മിമിക്രി വേദിയിൽ നിന്ന് ടെലിവിഷൻ രംഗത്തേക്കും അതുവഴി സിനിമയിലേക്കും കയറി വന്ന കലാകാരന്മാരാണ് ധർമ്മജൻ ബോൾക്കാട്ടിയും രമേശ് പിഷാരടിയും. ഏഷ്യാനെറ്റ് പ്ലസിൽ രമേശ് പിഷാരടി അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന പരിപാടിയിലേക്ക് ധർമ്മജൻ എത്തുന്നതിലൂടെയാണ് ഇരുവരും തമ്മിലുള്ള ആത്മബന്ധം ശക്തമാകുന്നത്. സിനിമാ രംഗത്ത് മാത്രമല്ല, രാഷ്ട്രീയത്തിലും ഒരേ തോണിയിലെ യാത്രക്കാരാണ് രമേശ് പിഷാരടിയും ധർമ്മജനും. ചെറുപ്പം മുതൽ തന്നെ കോൺഗ്രസ് രാഷ്ട്രീയം പിന്തുടർന്നു വന്ന യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്ന വ്യക്തിയാണ് ധർമ്മജനെങ്കിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണ് രമേശ് പിഷാരടി കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്കുള്ള പ്രവേശനം. ധർമ്മജൻ കാണിച്ചിട്ടുള്ള പല അബദ്ധങ്ങളെക്കുറിച്ചും മറ്റുമൊക്കെ രമേശ് പിഷാരടി പൊടിപ്പും തൊങ്ങലും ഒക്കെ ചേർത്ത് പലയിടത്തായി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴിതാ അത്തരത്തിലുള്ള മറ്റൊരു കഥയാണ് ഫ്ലവേഴ്സ് ചാനലിൻ്റെ 1 കോടി പരിപാടിയിൽ മത്സരാർത്ഥിയെ എത്തിയ രമേശ് പിഷാരടി പറയുന്നത്. നമ്മൾ വിചാരിക്കാത്ത ചില കാര്യങ്ങൾ ധർമ്മജൻ ചിലപ്പോൾ ചെയ്തു കളയും. കൊല്ലത്ത് ഉളികക്കോവിൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾക്ക് ഒരു പരിപാടി ഉണ്ടായിരുന്നു. 6 മണിക്ക് പരിപാടി തുടങ്ങണമെന്നാണ് പറഞ്ഞത്. തീയതിയൊക്കെ നേരത്തെ തീരുമാനിച്ചതാണ്. അന്നേ ദിവസം വിളിച്ചു നോക്കിയപ്പോൾ അവൻ കുന്നംകുളം ഭാഗത്ത് എവിടെയോ ഒരു CD കട ഉദ്ഘാടനം ചെയ്യാൻ പോയിരിക്കുകയാണ്. നീ എന്താണ് കാണിച്ചത്, നമുക്കിന്ന് വൈകിട്ട് പരിപാടിയില്ലേ എന്നൊക്കെ ഞാൻ ചോദിച്ചപ്പോൾ ഉറപ്പായും കറക്റ്റ് സമയത്ത് എത്തുമെന്ന് പറഞ്ഞു. കൂടിപ്പോയാൽ ഷോ കഴിഞ്ഞ് ഒരു 3-4 പാട്ട് കഴിയുന്ന സമയത്തിനുള്ളിൽ എത്താം, നീ ടെൻഷൻ അടിക്കേണ്ടതില്ലെന്നും പറഞ്ഞു. അമ്പലത്തിലെത്തിയ ഞാൻ ടെൻഷൻ അടിച്ചുകൊണ്ട് അവനെ വിളിച്ചു കൊണ്ടിരിക്കുകയാണ്. അവനാണെങ്കിൽ അവിടെ എത്തി, ഇവിടെ എത്തി എന്നൊക്കെ പറയുകയാണ്. കുറേ നേരം കഴിഞ്ഞപ്പോഴുണ്ട് പറയുന്നു, എൻ്റെ വണ്ടി ഇടിച്ചു, എത്താൻ വൈകുമെന്ന്. ഞാൻ തിരികെ അവനോട് പറഞ്ഞു, എന്തിനാണ് ധർമ്മ ഇങ്ങനെ നുണ പറയുന്നത്, വേറെ പുതിയ നുണ വല്ലതുമുണ്ടേ പറ. സത്യത്തിൽ ആലപ്പുഴ ഭാഗത്തെങ്ങാനും വെച്ച് അവൻ്റെ വണ്ടി ഒരു സൈക്കിൾക്കാരനെ ഇടിച്ചു. അയാൾ നല്ല വെള്ളമായിരുന്നു. നാട്ടുകാരെല്ലാം കൂടി ഇടികൊണ്ടയാളെ ധർമ്മജൻ്റെ വണ്ടിയിൽ കയറ്റിയിരുത്തി ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. വണ്ടിയിൽ വെച്ചാണ് ധർമ്മജനെ അയാൾ തിരിച്ചറിയുന്നത്. ഇതോടെ നിങ്ങൾ എവിടെ പോകുകയാണെന്ന് തിരക്കിയ അയാൾ ഞാനും പരിപാടി കാണാൻ വന്നോട്ടെ എന്ന് ചോദിച്ചു. ഇത് കേട്ട ധർമ്മജൻ എന്നാൽ ശരി എന്നും പറഞ്ഞ് ആ ഇടി കൊണ്ട ആളെയും കൂട്ടി ആശുപത്രിയിൽ പോകാതെ നേരത്തെ ഉത്സവപ്പറമ്പിൽ സ്റ്റേജിൻ്റെ പിറകിലേക്ക് വന്നു. എന്നിട്ട് വണ്ടി ഇടിച്ചോന്ന് പറഞ്ഞപ്പോൾ നീ വിശ്വസിച്ചില്ലല്ലോ എന്നും പറഞ്ഞ് രക്തത്തിൽ കുളിച്ചു നിൽക്കുന്ന ആളെ കാണിച്ചു തന്നു. ഞാൻ നോക്കുമ്പോൾ അയാളുടെ കയ്യിലൊക്കെ തൊലി പോയിട്ടുണ്ട്. ഒരു കസേരയിൽ ഇരുത്തി വെള്ളം കൊടുത്തു. കമ്മിറ്റിക്കാരുടെ വിചാരം സ്കിറ്റിന് വേണ്ടി മേക്കപ്പ് ഇട്ടതാണെന്നും വരുന്നവരും പോകുന്നവരുമൊക്കെ ഇത് സൂപ്പർ ആണെന്ന അഭിപ്രായം പറയുന്നുണ്ട്. പിന്നീട് പരിപാടിയൊക്കെ കഴിഞ്ഞ് പുള്ളിയെ ആശുപത്രിയിൽ കൊണ്ടുപോയി കാണിച്ചു. എനിക്ക് അതല്ല, ഈ ലോകത്ത് ആരെങ്കിലും ഇടികൊണ്ട ആളെ തെളിവായി കൊണ്ടുവരുമോ എന്ന് രമേശ് പിഷാരടി ചോദിക്കുന്നു.